സുഹൃത്തുക്കളെ 85 ലക്ഷമാണ് ഇപ്പോൾ ഒരു സിംഗിൾ ബിറ്റ് കോയിൻ റേറ്റ് എന്ന് പറയുന്നത്. അതായത് 2010 അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ വെറും 30 രൂപ മാത്രമായിരുന്ന ബിറ്റ് കോയിൻ ഇപ്പോൾ ഏകദേശം 85 ലക്ഷമാണ് വരുന്നത്. അതായത് 3333 ടൈംസ് ഡിഫറൻസാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ 2010 വെറും 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ റേറ്റിൽ അത് ഏകദേശം 33 ലക്ഷം വരും. അതായത് നിങ്ങൾ ഈസിലി ഒരു വലിയൊരു ഹൗസോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കാറോ വാങ്ങിക്കാൻ ആ കാശ് മതി, വെറും 100 രൂപ. പക്ഷേ അതിൽ ട്വിസ്റ്റ് അതല്ല, ഇപ്പോഴും ഇതിൻ്റെ പ്രൈസ് വളരെ സപ്രസ്ഡ് ആണ്. അതായത് ഇപ്പോഴും ഏകദേശം 100 കൺട്രീസിൽ ലീഗലാണെന്നുണ്ടെങ്കിൽ കൂടിയും ഇത് അധികം കൺട്രീസിൽ അല്ലെങ്കിൽ അധികം പേഴ്സണൽ എൻറ്റിറ്റീസ് ഒന്നും വാങ്ങിയിട്ടേ ഇല്ല, അവർ ഇൻവെസ്റ്റ് ആയിട്ടില്ല. അതായത് ഉദ്ദേശം 2030 ആകുമ്പോഴേക്കും ഏകദേശം ഒരു സിംഗിൾ ബിറ്റ് കോയിൻ റേറ്റ് എന്ന് പറയുന്നത് 233 കോടിയാവാൻ ചാൻസ് ഉണ്ടെന്നാണ് എക്സ്പേർട്സ് ഇതിൽ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും വൈകിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും എവിടെയെങ്കിലും കേട്ട് പൊടി പിടിച്ച് ഒരു 100 രൂപ എടുക്കുന്നുണ്ടെങ്കിൽ ആ 100 രൂപ കൊണ്ട് നിങ്ങൾക്ക് ബിറ്റ് കോയിനിൽ തികച്ചും ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്, ഈ വീഡിയോ പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ആക്ച്വലി ഈ വീഡിയോയിൽ കുറച്ചധികം ക്രിപ്റ്റോ ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ മേ ബി നിങ്ങളൊരു ന്യൂബി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ടേംസ് മര്യാദയ്ക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് മൊത്തം കാണണം. കാരണം അത് ഇൻഫോർമേറ്റീവാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ടേംസിനെ കുറിച്ചും പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുന്നതായിരിക്കും പ്രിഫറബിൾ. എബൌട്ട് ഒരു 15 വീഡിയോസ് വരുന്നുണ്ട്, ഓരോ സെപ്പറേറ്റ് ടോപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ടേംസ് കുറച്ചും കൂടി നൈസായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബിറ്റ് കോയിൻ ഇപ്പോൾ കറൻ്റ് ഏറ്റവും ലാർജസ്റ്റ് ക്രിപ്റ്റോ കറൻസി. ഇറ്റ്സ് ലൈക്ക് ലീഗൽ ഇൻ 100 കൺട്രീസ് ആൻഡ് സ്റ്റിൽ കൗണ്ടിങ്. മോർ കൺട്രീസിൽ ഇത് ലീഗലായിക്കൊണ്ടിരിക്കുകയാണ് ആസ് വി സ്പീക്ക്. പ്രോമിനൻ്റ് ആയിട്ടുള്ള കൺട്രീസ് ആയിട്ടുള്ള US, UK, കാനഡ, ജർമ്മനി ഇവിടെയെല്ലാം കറന്റ് ലീഗലാണ്. കാരണം ബിറ്റ് കോയിൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പോണൻഷ്യൽ റേറ്റ് ആണ്. കാരണം ഇത് സ്റ്റാർട്ടിങ് 2009 വരുമ്പോൾ ഏകദേശം 100 ട്രാൻസാക്ഷൻസ് പെർ ഡേ, ലെസ് ദാൻ 1000 പീപ്പിൾ ഓൺഡ് ബിറ്റ് കോയിൻ. അത്ര ചെറിയ പോപ്പുലേഷൻ മാത്രമായിരുന്നു ബിറ്റ് കോയിൻ സ്റ്റാർട്ടിങ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5 ലക്ഷം ട്രാൻസാക്ഷൻസ് ആണ് പെർ ഡേ ബിറ്റ് കോയിനിൽ മാത്രം നടക്കുന്നത്. അത് മാത്രമല്ല എബൌട്ട് 7 crore പീപ്പിൾ കറന്റ് ഹോൾഡ് ബിറ്റ് കോയിൻ. അത്രയും വിപുലമായി കഴിഞ്ഞു ബിറ്റ് കോയിൻ. അതായത് യുഎസിലും ജപ്പാനിലും മാത്രം സ്റ്റാർട്ടിങ്ങിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ബിറ്റ് കോയിൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 200 കൺട്രീസിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇൻക്ലൂഡിങ് അവർ ഓൺ ഇന്ത്യ. സോ നാച്ചുറലി ഒരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ട് ഇത്രയും അധികം പോപ്പുലാരിറ്റി ഈ ഒരു സോഫ്റ്റ്വെയറിന് വന്നു? കാരണം ഇത് നമുക്ക് ഒബ്വിയസ്ലി ടച്ച് ചെയ്യാൻ പറ്റില്ല, ഫീൽ ചെയ്യാൻ പറ്റില്ല. ഇത് ഓൾ എക്സിസ്റ്റിംഗ് ഓൺ ദി ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഓൾ എക്സിസ്റ്റിംഗ് ഓൺ ദി ഇൻ്റർനെറ്റാണ്. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംതിങ് അല്ല. സോ എന്തുകൊണ്ട് ആൾക്കാർ ഇത്രയധികം പ്രൈസ് കൊടുത്ത് ഇപ്പോഴും ഇത് വാങ്ങുന്നു? സോ ബിറ്റ് കോയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഒരു ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ കറൻസിയാണ്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കമ്പനിയോ ഒരു CEO ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റോ അങ്ങനെ സംതിങ് ഒന്നും വരുന്നില്ല. ഇറ്റ്സ് പ്യൂർലി എക്സിസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ഓൺ ഇൻ ദ ബ്ലോക്ക് ചെയിൻ ഇൻ ദ ഇൻ്റർനെറ്റ്. ആൻഡ് കറൻറ്റ്ലി ലൈക്ക് വി ഹാവ് 2 ways to get Bitcoin. One is through exchanges and second one is through other people. Like ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വാളറ്റ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ബിറ്റ് കോയിൻ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ പോപ്പുലർ ചോയ്സ് ആയിട്ടുള്ള ബൈനാൻസ്, ബിറ്റ്ഗെറ്റ്, വസീറെക്സ് പോലുള്ള എക്സ്ചേഞ്ചസ് വഴി നമുക്ക് ബിറ്റ് കോയിൻ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നതായിരിക്കും. സോ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ആൾക്കാർ സ്റ്റിൽ പ്രിഫർ ചെയ്യുന്നു, എന്തുകൊണ്ട് ആൾക്കാർ ഇപ്പോഴും വാങ്ങുന്നു? 85 ലക്ഷം എന്ന് ഓർക്കണം ഒരു സിംഗിൾ ബിറ്റ് കോയിൻ്റെ റേറ്റ് ഇപ്പോൾ. സോ എന്തുകൊണ്ട് ആൾക്കാർ വാങ്ങുന്നു എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് പബ്ലിക്ക് മനസ്സിലായി, ഇത് ജസ്റ്റ് മോർ ദാൻ എ മണി. ബിറ്റ് കോയിൻ ഈസ് മോർ ദാൻ ജസ്റ്റ് a cryptocurrency. It's more than just money. It's more than a store of value. It's something much more. So ആ ഒരു കൺക്ലൂഷനിലേക്ക് ആൾക്കാർ എത്തിക്കുന്ന ഒരു 5 ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ 5 റീസണിങ് ആണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 5 റീസണിങ് കണ്ട ഒരുപക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറിയേക്കാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. കാരണം എല്ലാവർക്കും ബിറ്റ് കോയിൻ എന്താണെന്ന് അറിയാം, ക്രിപ്റ്റോ കറൻസി എന്നറിയാം. പക്ഷേ എന്തുകൊണ്ട് ഇത് ഇത്രയധികം പോപ്പുലാരിറ്റി വരുന്നു, ഇത്രത്തോളം പ്രൈസ് വരുന്നുള്ള കാര്യം ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ട് ആൻസർ വരുന്നില്ല. സോ അതെല്ലാം എൻ്റെ അനാലിസിസും പിന്നെ ഞാൻ കണ്ട അനാലിസിസും എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും, എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സോ ഫസ്റ്റ് റീസൺ എന്താണെന്ന് നോക്കുക. ഇത് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് നമുക്ക് കോൺഫിസ്കേറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അതായത് ഒരാളിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാനോ നമുക്ക് പിടിച്ചു വയ്ക്കാനോ വളരെ ഡിഫിക്കൽട്ടാണ്. ഗവൺമെൻറ് ചോദിച്ചാലും ശരി, പോലീസ് ചോദിച്ചാലും ശരി, നമുക്ക് അങ്ങനെ സ്പെസിഫിക്കലി അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് പിടിച്ചു വയ്ക്കാൻ പറ്റിയ ഒരു സംതിങ് അല്ല ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ ടോട്ടലി എക്സിസ്റ്റിംഗ് ഓൺ ദി ഇൻ്റർനെറ്റ് ആണ്. അത് നമുക്ക് സോഫ്റ്റ്വെയർ പോലെയാണ്, നമുക്ക് ടച്ച് ചെയ്യാൻ ഫീൽ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, അതായത് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു തീഫിന് നിങ്ങളുടെ ബിറ്റ് കോയിൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീഡ് ഫ്രേസ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കീ ആവശ്യം വരുന്നുണ്ട്. ആ ക്രിപ്റ്റോ കീ ഉപയോഗിച്ചാൽ മാത്രമായിരിക്കും ആ ഒരു തീഫ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ബിറ്റ് കോയിൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഈ കീ എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രിപ്റ്റോ വാളറ്റ് കൊണ്ട് എവിടെ വേണമെങ്കിലും പോകാം, ലോകത്ത് എവിടെ വേണമെങ്കിലും പോകാം. ആർക്കും നിങ്ങളുടെ ക്രിപ്റ്റോ കോൺഫിസ്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല, പ്രൊവൈഡഡ് യു ഹാവ് നോട്ട് ഡിസ്ക്ലോസ്ഡ് യുവർ പ്രൈവറ്റ് കീ. അതായത് അവർ തന്നെ പബ്ലിക്കലി ഡിസ്ക്ലോസ് ചെയ്യാതെ, അതായത് ഞാൻ ബിറ്റ് കോയിൻ ഓൺ ചെയ്യുന്നു എന്ന് ഡിസ്ക്ലോസ് ചെയ്യാതെ വേറൊരു വ്യക്തിക്കും ഈ
പുള്ളിക്കാരൻ ഒരു ബിറ്റ്കോയിൻ ഓൺ ചെയ്യുന്നു എന്ന കാര്യം പറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് ഈ സീഡ് ഫ്രേസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ ആസ് വെൽ as ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോകത്ത് എവിടെയും ഈ ബിറ്റ്കോയിൻ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകും. എത്ര ബിറ്റ്കോയിൻ വേണമെന്നുണ്ടെങ്കിലും ഈ സെയിം പ്രോസസ് വെച്ച് പ്രൊസീഡ് ചെയ്യാം. പിന്നെ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഇത് ഇമ്മ്യൂൺ ടു ഫ്രോഡാണ്. ബിറ്റ്കോയിനിൽ ഫ്രോഡ് വരുന്ന പ്രശ്നം വരുന്നില്ല. നമ്മൾ ഇപ്പോൾ ഈ കണ്ട പോലെ തന്നെ നമ്മുടെ നോട്ട്സൊക്കെ പല വ്യാജ നോട്ട്സ് ഇറക്കാം, പല ഡ്യൂപ്ലിക്കേറ്റ് സീരിയൽ നമ്പർ വെച്ചുകൊണ്ട് മൾട്ടിപ്പിൾ നോട്ട്സ് ഇറക്കാം. സോ ഇതുകൊണ്ട് നമുക്ക് ഒരു ഫേക്ക് മണി അല്ലെങ്കിൽ ഒരു ഫേക്ക് സിസ്റ്റമാണ് ക്രിയേറ്റ് ആവുന്നത്. സോ നമുക്ക് ആ ഒരു ട്രസ്റ്റ്, ആ ഒരു കറൻസിയിലുള്ള ട്രസ്റ്റ് അതോടുകൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ബിറ്റ്കോയിനിൽ ആ ഒരു ഫ്രോഡ് വരുത്താനുള്ള ചാൻസ് ഇല്ലെന്ന് തന്നെ പറയണം. കാരണം ഇതിൽ ഫ്രോഡ് വരുത്താൻ ഏക ഒരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നെറ്റ്വർക്ക്, ബിറ്റ്കോയിൻ നെറ്റ്വർക്കിനെ ടോട്ടലി കൺട്രോൾ ചെയ്യുക എന്ന് മാത്രമാണ്. ടു ബി precise, about 51% of the network should be working for you. 51% നെറ്റ്വർക്ക് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ബിറ്റ്കോയിൻ ഫ്രോഡ് വരുത്താനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്രോഡ് വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാനോ സാധിക്കുകയുള്ളൂ. സോ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക്കലി അവൈലബിൾ നെറ്റ്വർക്കാണ്. അത് ജസ്റ്റ് ഇന്ത്യയിൽ മാത്രം ലോക്കലൈസ്ഡ് അല്ല, അല്ലെങ്കിൽ US മാത്രം ലോക്കലൈസ്ഡ് അല്ല. സോ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേൾഡ് വൈഡ് കോൺക്വർ ചെയ്യാൻ ആവശ്യം വരുന്നുണ്ട്. സോ ദാറ്റ്സ് ലൈക്ക് വിർച്വലി ഇമ്പോസിബിൾ. ഗവൺമെൻറ്റ്സ് വിചാരിച്ചാൽ പോലും സാധ്യമല്ല. സോ ഈ ഒരു റൂൾ കൊണ്ടുവന്നിരിക്കുന്ന ബിറ്റ്കോയിൻ ഡിസൈൻ കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ഇങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ഇമ്മ്യൂൺ ടു ഫ്രോഡ്. പക്ഷേ നമ്മൾ നോർത്തിലൊക്കെ കുറേ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു, ഈ ബിറ്റ്കോയിൻ സ്കാംസ്, ബിറ്റ്കോയിൻ വെച്ച് കുറേ പേര് കാശ് നഷ്ടപ്പെട്ടു, ബിറ്റ്കോയിൻ അവരുടെ ജീവനെ തകർത്തു എന്നൊക്കെ കുറേ ന്യൂസ് കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മളതിന് സത്യാവസ്ഥ എന്താണെന്ന് ജസ്റ്റും കൂടി ആലോചിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇവിടെ നിങ്ങൾ ക്ലോസ്ലി ഇൻസ്പെക്ട് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ചാൽ ബിറ്റ്കോയിൻ്റെ മറവിലാണ് അവരുടെ സ്കാം നടക്കുന്നത്. ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിന്ന് കാശ് വാങ്ങിക്കുന്നു. പക്ഷേ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അവർ മേ ബി വേറൊരു നെറ്റ്വർക്കിലേക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലേക്കോ ആ ഒരു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ബേസിക്കലി ദർ ടെല്ലിംഗ് ലൈക്ക് ദർ ഇൻവെസ്റ്റിംഗ് ഇൻ ബിറ്റ്കോയിൻ ബട്ട് ദർ നോട്ട് ഇൻവെസ്റ്റിംഗ്. ദേ ഹാവ് ജസ്റ്റ് പുൾഡ് യു ഇൻ എ സ്കാം. യു ആർ ലൂസിങ് യുവർ മണി. സോ ബിറ്റ്കോയിൻ്റെ മറവിലാണ് ഈ ഒരു സ്കാം നടക്കുന്നത്. സോ പുറത്തുനിന്ന് നോക്കുമ്പോൾ, ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത നോക്കുമ്പോൾ ഓക്കെ ബിറ്റ്കോയിൻ എന്നുള്ളൊരു സ്കാമാണ്, ബിറ്റ്കോയിൻ നമുക്കിനി വേണ്ട എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് വരുന്നു. സോ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിലേക്ക് ഇൻഡെപ്തായിട്ട് നോക്കി ആലോചിച്ച് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടിട്ട് ഡിസിഷൻ എടുത്തായിരിക്കും നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. തേർഡ് റീസൺ എന്ന് വെച്ചാൽ ബിറ്റ്കോയിൻ ഉപയോഗിക്കാൻ നമുക്ക് ബാങ്കിൻ്റെ ആവശ്യം വരുന്നില്ല. ഇറ്റ്സ് ടോട്ടലി ബാങ്ക്ലെസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പീപ്പിൾ ഹു കനോട്ട് ഗോ ടു ബാങ്ക്സ് ഓർ ക്രിയേറ്റ് ബാങ്ക് അക്കൗണ്ട്സ്. ലൈക്ക് നമ്മുടെ ലോകത്ത് കുറച്ച് അധികം പേരുണ്ടാവും, അവർക്ക് മേ ബി KYC ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും, ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ കെൽപ്പില്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. സോ ഇവർക്കൊക്കെ ബിറ്റ്കോയിൻ ഒരു വളരെ നല്ല ചോയ്സാണ്. കാരണം ഇവർക്ക് ഒരു KYC സഹായം കൂടാതെ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് വേറെ ഫോർമാലിറ്റീസോ ലീഗൽ ഫോർമാലിറ്റീസോ ഒന്നുമില്ലാതെ തന്നെ, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഇല്ലാതെ കൂടെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണും ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി മാത്രം മതി. അല്ലെങ്കിൽ നമ്മൾ വേറൊരു യൂസ് കേസിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ചില ബാങ്ക്സ് മേ ബി നിങ്ങളുടെ അവർ സസ്പീഷ്യസ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നു കണ്ടു കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതുവഴി നിങ്ങളുടെ കാശ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. സോ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ ബൈപ്പാസ് ചെയ്യാൻ ബിറ്റ്കോയിൻ ക്രിയേറ്റ് ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് സാധിക്കുന്നു. സോ നമുക്ക് ഇതുവഴി കിട്ടുന്ന വെച്ചാൽ ഒരു ഫ്രീഡമാണ്, ഇതുവരെ കിട്ടാത്തൊരു ഫ്രീഡമാണ് അത് കിട്ടുന്നത്. കാരണം ഇത്രയും കാലം നമ്മൾ ബാങ്ക്സിൻ്റെയും ഗവൺമെൻറ്റ്സിൻ്റെയും മേഴ്സിയിലാണ് നമ്മളുടെ അക്കൗണ്ട്സ് ട്രാൻസാക്ഷൻ ചെയ്തിരുന്നത്. പക്ഷേ അവരുടെ ഒരു മോണിറ്ററിങ് അല്ലെങ്കിൽ അവരുടെ ഒരു ക്രോസ് ഇൻസ്പെക്ഷൻ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ബിറ്റ്കോയിൻ വഴി നമുക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പെക്കുലേഷനോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻട്രോസ്പെക്ഷനോ ഒന്നും വരുന്നില്ല. നമുക്ക് ഈസിലി ട്രാൻസാക്ട് ചെയ്യാം വേൾഡ് വൈഡ് അറ്റ് ദ കൺവീനിയൻസ് ഓഫ് അവർ ഓൺ ഹൗസ്. പിന്നെ അടുത്തൊരു മേജർ യൂസ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ നിങ്ങളുടെ ഇൻഫ്ലേഷനിൽ പ്രൊട്ടക്ട് ചെയ്യും. ഒരു ഹെഡ്ജ് എഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ ആയിട്ടാണ് ബിറ്റ്കോയിൻ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇത്രയും കാലം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡും റിയൽ എസ്റ്റേറ്റുമാണ് ഒരു ഹെഡ്ജ് എഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം വരുമ്പോൾ നമ്മളോട് പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ വാല്യൂ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ മണി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗോൾഡ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ആണ് മിക്കവരും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം ഒരു ഡീവിയേഷൻ, അല്ലെങ്കിൽ ഗോൾഡ് ഓർ റിയൽ എസ്റ്റേറ്റ്, അതിൽ നിന്നെല്ലാം മാറി ബിറ്റ്കോയിൻ എന്ന ഒരു ഓപ്ഷനും കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. കാരണം നമുക്കറിയാം പണപ്പെരുപ്പം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമുക്ക് 10 രൂപയ്ക്ക് കിട്ടിയിരുന്ന സംഭവം ഇപ്പോൾ ചിലപ്പോൾ ഒരു 100 ചിലപ്പോൾ 200 കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത്രയും ഡിഫറൻസ് ആണ് ഇപ്പോൾ വരുന്നത്. സോ പണപ്പെരുപ്പം എന്നുള്ള പണ്ടേ മുതലുള്ള ഒരു പ്രശ്നമാണ്. സോ അത് കൗണ്ടറാക്ട് ചെയ്യാനായിട്ടുള്ള നമ്മൾ തന്നെ കണ്ടുപിടിച്ച മാർഗ്ഗമാണ് ഗോൾഡും റിയൽ എസ്റ്റേറ്റും. ബട്ട് ബിറ്റ്കോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പടി മുകളിലാണെന്ന് ഞാൻ പറയും. ഇതിനെപ്പറ്റി കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ബിറ്റ്കോയിനിൻ്റെ ഗോൾഡിൻ്റെ ചാർട്ടൊന്ന് എടുത്ത് നോക്കാം. ലെഫ്റ്റിൽ കാണുന്നത് ഗോൾഡിൻ്റെ ചാർട്ട്, റൈറ്റിൽ കാണുന്നത് ബിറ്റ്കോയിൻ്റെ ചാർട്ടാണ്. ഇത് ഏകദേശം രണ്ടും സെയിം ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി 2018, 2022, 2021 ആ ഒരു ടൈമിലെടുത്ത് നോക്കുക വെച്ചാൽ ഏകദേശം ഏറെക്കുറെ സെയിം ഒരു ഫ്ലക്ച്വേഷനിലാണ് ഗോൾഡ് ബിറ്റ്കോയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ പ്രൈസ് ഗ്യാപ്പ് നല്ല രീതിയിലുണ്ട്. കാരണം ബിറ്റ്കോയിൻ വളരെയധികം പ്രൈസിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോൾഡിൽ ഒരു 100 രൂപയുടെ ഫ്ലക്ച്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം ഫ്ലക്ച്വേഷൻ ബിറ്റ്കോയിനിലേക്ക് വരുമ്പോൾ ഒരു 1000 അല്ലെങ്കിൽ 2000 ആയിട്ടുണ്ടോ. കമ്പയർഡ് ടു ബിറ്റ്കോയിൻ ഗോൾഡ് ഈസ് ക്വൈറ്റ് സ്റ്റേബിൾ.
അവിടെ അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്. അത് ഗവൺമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിന് മേലിലൊരു റെഗുലേഷൻ ഉണ്ട്, ആൾക്കാർ അതിന് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രെഡിക്റ്റബിൾ ആയിരിക്കും, അധികം ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല. ബട്ട് കമ്പയർഡ് ടു ദാറ്റ് ബിറ്റ്കോയിൻ ഈസ് new, like it came in 2010 or 2009, so it's like more 15 ഇയേഴ്സ് മാക്സിമം ആണ് അതിന് ഏജ് വരുന്നത്. ഒരു ന്യൂ അസറ്റ് ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അധികം ഒരു റെഗുലേഷൻ കറൻ്റ്ലി വരുന്നില്ല. ഇന്ത്യയിൽ പോലുള്ള കൺട്രീസിൽ ഇതിൽ ടാക്സ് അടിച്ചേൽപ്പിക്കുന്നുണ്ട്, പക്ഷേ അത് റെഗുലേഷൻ എന്ന് പറയാൻ നോക്കില്ല. US-ൽ ഇത് റെഗുലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള കൺട്രീസ് പോലെ റെഗുലേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ റഷ്യയിൽ ഓൾറെഡി ലീഗലാണ്. സോ ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട്. സോ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ആൻഡ് ബിറ്റ്കോയിൻ ആൻഡ് എനി അസറ്റ് ഫോർ ദാറ്റ് മാറ്റർ എല്ലാം ഫ്ലക്ച്വേറ്റ് ചെയ്തതായിട്ടുള്ള ഒരു അസറ്റും അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയും കറൻ്റ്ലി ഇല്ല. അതുപോലെ തന്നെ കൂടുതൽ കൺട്രീസ് കൂടുതൽ റെഗുലേഷൻ വരുന്നതോറും ഈ ബിറ്റ്കോയിൻ്റെ പ്രൈസും സ്റ്റേബിൾ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ആ ഒരു ടൈമിൽ ഗോൾഡ് ആൻഡ് ബിറ്റ്കോയിൻ കമ്പയറബിൾ ആയിരിക്കും ഇൻ ടേംസ് ഓഫ് ഫ്ലക്ച്വേഷൻ. ആ ഒരു ടൈമിലായിരിക്കും ഗോൾഡിൻ്റെ സക്സസർ എന്ന് ബിറ്റ്കോയിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിശേഷണം മീനിങ് ആവത്തുള്ളൂ. നമ്മൾ ബിറ്റ്കോയിനെ ഗോൾഡ് 2.0 എന്ന് വിളിക്കുന്നതും ഇത് തന്നെ. കാരണം ഗോൾഡ് ബൾക്കിയാണ്. നമുക്കിപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് നമുക്ക് US-ലേക്കോ നമ്മുടെ UK-ലേക്കോ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫിസിക്കൽ എൻറ്റിറ്റി അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ആവശ്യം വരുന്നത്. പക്ഷേ ബിറ്റ്കോയിൻ അങ്ങനെയല്ല. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് US-ലേക്കോ UK-ലേക്കോ കാനഡ, കംബോഡിയ, എനിവർ ഓഫ് യുവർ ചോയ്സ്, എനിവർ അറൗണ്ട് ദ ഗ്ലോബ് വിത്ത് ഈസ്, ലൈക്ക് യു ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. സോ അത്രയും പോർട്ടബിളാണ്, അത്രയും ഈസിയാണ് റിട്ടേണിങ് ദ വാല്യൂസ് ഓഫ് ഗോൾഡ്. സോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഗോൾഡ് 2.0 എന്ന് ബിറ്റ്കോയിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇനി ലാസ്റ്റിന് ഫൈനൽ റീസൺ എന്ന് വെച്ചാൽ ബിറ്റ്കോയിൻ ഈസ് ലിമിറ്റഡ് ഇൻ സപ്ലൈ. ഇറ്റ്സ് പ്രിറ്റി ലിമിറ്റഡ്, ഇറ്റ്സ് പ്രഷ്യസ്. അതായത് ഓൺലി 2.1 ബിറ്റ്കോയിൻ ആയിരിക്കും ആകെ ഈ ലോകത്ത് ആകെ ഉണ്ടാവുക. അതായത് 2100 അവസാനത്തെ ബിറ്റ്കോയിൻ മൈൻ ചെയ്തെടുക്കുന്നുണ്ടാവുക. ഇപ്പോൾ കറൻറ്റ് 1.95 ബിറ്റ്കോയിൻസ് ആണ് സർക്കുലേഷനുള്ളത്. അതായത് ഓരോ 10 മിനിറ്റ് മൈനിങ് കഴിയുമ്പോൾ ബിറ്റ്കോയിൻ്റെ മൈനിങ് കഴിയും തോറും 3.125 ബിറ്റ്കോയിൻസ് ആയിരിക്കും നമ്മുടെ സർക്കുലേഷനിൽ വീണ്ടും ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനെല്ലാം പുറമേ ആയിട്ട് ഒരു സപ്ലൈ ഡിമാൻഡിൻ്റെയും ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ എക്കണോമിക്സ് പഠിച്ചവർക്ക് അറിയാം, എക്കണോമിക്സിൻ്റെ ജസ്റ്റ് ബേസിക് ലെസനാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കുറയും തോറും ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും. ആ ഒരു എൻറ്റിറ്റി വാരിയബിൾ ആയിക്കൊണ്ടേയിരിക്കും. ഇവിടെയും ആ സെയിം കേസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബിറ്റ്കോയിൻ ഇപ്പോൾ കറൻ്റ്ലി ഒരു ലിമിറ്റഡ് റിസോഴ്സ് ആയിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ സർക്കുലേഷൻ സപ്ലൈയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ബിറ്റ്കോയിൻസും ഇപ്പോൾ കറൻ്റ്ലി ഓൺഡ് ആണ്, അല്ലെങ്കിൽ ആരും അത് വിൽക്കാൻ മുന്നിട്ട് വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവൈലബിൾ ബിറ്റ്കോയിൻസ് ഓൺ ദി ഇൻ്റർനെറ്റ് ഈസ് ബിക്കമിങ് ലോ. സോ അവിടെ ഒരു സപ്ലൈ ക്രഞ്ച് വരെയാണ്, ഒരു സപ്ലൈ കുറയുകയാണ്. സോ സപ്ലൈ കുറയും തോറും അതിൻ്റെ ഡിമാൻഡ് കൂടും തോറും അതിൻ്റെ പ്രൈസും കൂടും. ഇതിൻ്റെ എല്ലാം ഒരു കോൺസിക്വൻസ് ആണ് നമ്മൾ ഈ അടുത്ത് കണ്ട ബിറ്റ്കോയിൻ ഒരു $100,000 മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഏകദേശം ഞാൻ പറഞ്ഞ 85 ലക്ഷത്തിലേക്കാണ് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടത്. അതിന് വേറെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ US-ലെ പുതിയ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപും പ്രോ ബിറ്റ്കോയിൻ ആണ്, പ്രോ ക്രിപ്റ്റോ ആണ്. പുള്ളിക്കാരൻ്റെ ഗവൺമെൻറ്റും ക്രിപ്റ്റോ ആൻഡ് ബിറ്റ്കോയിൻ ഇൻഡസ്ട്രിയിൽ തന്നെ നല്ല രീതിയിൽ വിശ്വാസം ചെലുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ US-ൽ തന്നെ ആദ്യമായിട്ട് ലോകത്തിലെ ബിറ്റ്കോയിൻ റിസർവ് വരികയാണ്. സോ അതനുസരിച്ചിട്ട് അത്രയും അവർ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും തോറും സപ്ലൈ കുറയും, സപ്ലൈ കൂടും തോറും ഡിമാൻഡ് കൂടും, പ്രൈസും കൂടും. ഇതിപ്പോൾ US-ൻ്റെ കൂടെ വേറെ കൺട്രീസും ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് എക്സ്പൊണൻഷ്യലി കൂടുന്നതായിരിക്കും. സോ ഇതാണ് ബിറ്റ്കോയിൻ്റെ ആ ഒരു ഗെയിം തിയറി എന്ന് പറയുന്നത്. നമ്മൾ ഓരോ കൺട്രീസ് അല്ലെങ്കിൽ ഓരോ റീജിയൻസ് ഇത് അഡോപ്റ്റ് ചെയ്യും, അതിൻ്റെ പിന്നാലെ വേറെ റീജിയൻസ് അഡോപ്റ്റ് ചെയ്യും. സോ അതുവഴി ഒരു സപ്ലൈ ക്രഞ്ച് ഉണ്ടാവും. ആ സപ്ലൈ ക്രഞ്ച് ഇതിൻ്റെ പ്രൈസ് അപ്രൈസ് ചെയ്യും. സോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എക്സ്പേർട്സ് പറയുന്നത് 2030 85 ലക്ഷത്തിൽ നിന്ന് ഏകദേശം 233 കോടിയിലേക്കാവും എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ബിറ്റ്കോയിൻ റേറ്റാണ് ഈ പറയുന്നത്, നോക്കണം. സോ ഇതൊക്കെ തന്നെയാണ് ചെറിയ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലത്തുള്ള ഇൻഫർമേഷൻ കൂടുതൽ അറിയാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഏതെങ്കിലും ബിറ്റ്കോയിൻ ഇൻവെസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിറ്റ്കോയിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.